ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് വളരെ നല്ലൊരു ഇടമല്ല. ബസ് റൂട്ട് ഫ്രണ്ടേജ്. ബസ് റൂട്ട് ഫ്രണ്ടേജിൽ നല്ല അമേരിക്കക്കാരുടെ യു എസിൽ സെറ്റിലായ ഒരു ഫാമിലിയുടെ നല്ല സൂപ്പർ ഒരു വീട്. ഈ വീട് നിങ്ങളൊന്ന് കണ്ടോട്ടാ. അത്രയാണ്. 56 സെന്റ് സ്ഥലം തന്നെയുണ്ട്. അതും വെറും പകുതി വിലക്കാണ്. വെറും പകുതി വിലക്ക് ഇത് കൊടുക്കണ്ട. വീടിന്റെ ഒരു ലുക്ക് നോക്കി, പൂന്തോട്ടവും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയേക്കണ സൂപ്പർ ഒരു വീട്. അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതൊരു റിക്വസ്റ്റ് വേണ്ട. ഇവിടെ വട്ടം പിടിച്ചാൽ കിട്ടാത്ത തേക്കാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ വീഡിയോയിൽ ലോങ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും വണ്ണം തോന്നണം. പക്ഷെ ഇവിടെ വന്ന് നേരിട്ട് കാണണം. വട്ടം പിടിച്ചാൽ കിട്ടാത്ത ഒരുപാട് തേക്കുകൾ ഇവിടെ ഉണ്ട്. ഈ അറ്റത്തൊക്കെ കഴിഞ്ഞ് ഇപ്പുറ സൈഡിലൊക്കെ ഒരുപാടുണ്ട്. ഞാനിപ്പോ നിങ്ങൾ വണ്ടി വന്നിട്ട് ഓരോന്നെ കാണിച്ചു തന്ന് പിന്നെ വീടിന്റെ അകത്തെ സൗകര്യം കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം. കാരണം ഇവര് അമേരിക്കയിൽ സെറ്റിൽഡായി. അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതൊരു റിക്വസ്റ്റ് ആണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയും, പക്ഷെ ഒരുപാട് പേര് ലൈക്ക് അടിക്കാറില്ല. പ്ലീസ് ഈ ഒരു വീഡിയോയിലെങ്കിലും എല്ലാവരും ലൈക്ക് അടിച്ച് കാണാനും ശ്രമിക്കുക. വേണ്ട, ഈ വീടിന്റെ ഫ്രണ്ടാണ് ഈ കാണുന്നത്. കാർ പോർച്ച് കാര്യങ്ങൾ. വീടിന്റെ സൈഡിലാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. 56 സെന്റ് സ്ഥലം തന്നെ ഉണ്ട്. കേട്ടാ, ഈ സൈഡിലൊക്കെ നിൽക്കണ എല്ലാവരും നല്ല വട്ടം പിടിച്ചാൽ കിട്ടാത്ത തേക്കുകളാണ്. കാരണം ഇവര് ഒന്നും വിറ്റിട്ടില്ല, ഒന്നുമില്ല. കണ്ട, നമുക്ക് ക്യാമറയിൽ ഇങ്ങനെ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നണം. കാരണം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കറിയാം. കാരണം ഇതൊക്കെ എന്ന് ഞാൻ വട്ടം പിടിച്ചാൽ കിട്ടൂല. ഇതിന്റെ അറ്റത്ത് വേറെ ആ മൂലക്കൽ ഇറന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ വണ്ണോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല. കാരണം ഇതൊക്കെ അവരിങ്ങനെ നട്ട് വളർത്തി നിർത്തിയേക്കുന്നത്. കാരണം ഇതൊന്നും വിൽക്കൂല. കാരണം അവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിറ്റിട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതേ കൂട്ടത്തെ കാരണം ഇവിടെ വരുമാനം ഒരു അമേരിക്കയിൽ സെറ്റിലായ ഒരു ഫാമിലിയാണ്. അപ്പൊ അതനുസരിച്ചുള്ള ഒരു ഇത്. കാരണം ഇനി അവരിങ്ങനെ നാട്ടിലോട്ട് വരുന്നില്ല. അപ്പൊ അത് കാരണം ഇതെല്ലാരും ഡിസ്പോസ് ചെയ്യുന്നതാണ്. ഇവിടെ നിന്നുണ്ടെങ്കിൽ വണ്ടി നമുക്ക് സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലമാണ് ഗ്യാരേജ്. കാരണം ഇവര് പുറത്തോട്ട് പോകുമ്പോൾ പോർച്ചിൽ വണ്ടി ഇടൂല. ഈ ഒരു ഗ്യാരേജിൽ കൊണ്ടുവന്ന് പൂട്ടിയിട്ടാണ് പോണം. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ സർവന്റ് റൂം ഉണ്ട്. കാരണം ഇവിടുത്തെ സർവന്റ് താമസിക്കാനുള്ള ഒരു അടുക്കളയും റൂമൊക്കെ ആയിട്ട് അവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ നേരെ ബാക്കിലോട്ട് വരുന്നത് വറ്റാത്തൊരു കിണർ. അതായത് 365 ദിവസവും നല്ല ശുദ്ധജലം കിട്ടുന്ന കിണർ. പിന്നെ വാട്ടർ കണക്ഷൻ വേറെ ഉണ്ട്. ഇവിടെ അലക്കല് കാര്യങ്ങളുണ്ട്. ഇതിന് ഇപ്പുറത്തും പറമ്പാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം കൃഷി ചെയ്യാനും ഇവിടെ ഇതേപോലെ തന്നെ ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് അത്യാവശ്യം കൃഷി ചെയ്യാനും നല്ല ഫലവൃക്ഷങ്ങളും കാര്യങ്ങളാണ്. ഇഷ്ടംപോലെ തേക്ക്, ജാതി എല്ലാ ഐറ്റംസും ഉണ്ട്. കണ്ടോ, ഒരു തേക്കിന്റെ ഒക്കെ വണ്ണം വെച്ചാൽ നമ്മൾ ക്യാമറയിൽ കാണുന്നതുകൊണ്ടാണ് ഇത്രയും ചെറുതായത്. പക്ഷെ നിങ്ങൾ നേരിട്ട് കാണുന്നതിന്റെ വണ്ണം അറിയണമെങ്കിൽ അത്രയും സെറ്റപ്പിൽ ഇതെല്ലാവരും നട്ടുപിടി. കാരണം ഇതൊരു അവര് വന്ന് നോക്കാനൊക്കെ തെങ്ങുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് എല്ലാ സൗകര്യം നിയറസ്റ്റ് ഉണ്ട്. എല്ലാ ഐറ്റംസും. ടൗൺ ആണെങ്കിൽ ഇവിടുന്ന് ഒരു 600 മീറ്ററേ ഉള്ളൂ. നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നേരെ ബസ് റൂട്ടിലോട്ടാണ്. നമുക്കിനി വീടിന്റെ അകമൊന്ന് കാണാം. അകം കണ്ടാൽ അതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. കണ്ടാ, വീടിന്റെ അകമൊന്ന് നോക്കി. ഈ വീട് ഒരു 7 വർഷം പഴക്കമുണ്ടതാ. 7 വർഷം ഒരു വീടിനോട് പഴക്കം പറഞ്ഞത് അത് കംപ്ലീറ്റ് മാർബിളാണ് ഇട്ടേക്കണം. കാരണം ഈ ടൈലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ഇല്ല. ഇതൊരു ഡോറ്. ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യണം. 2 ഡോറ്. രണ്ടാമത്തെ ഡോറ് ഇതാ. ഇവിടെ നിന്നാണ് ലിവിംഗ് ഏരിയയിലോട്ട് കയറണം. അതായത് അവിടെ ഫ്രണ്ടിൽ ഒരു ഡോർ വെച്ച്, രണ്ടാമത് ഇപ്പുറത്തോട്ട് ഒരു ഡോർ വെച്ച്, അത് കഴിഞ്ഞിട്ടാണ് മെയിൻ ലിവിംഗ് ഏരിയ. അതായത് ഇവിടെ സെറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫുൾ ഫർണിച്ചർ അടക്കമാണ് വീട് വിൽക്കണം. അല്ല, മുകളിൽ പഴയ ഒരു വീടിന്റെ ലുക്ക് തോന്നിക്കഴിഞ്ഞാൽ ബാൽക്കണി കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് താഴത്തോട്ട് നോക്കാം. കാരണം ഇവര് കംപ്ലീറ്റ് മാർബിളാണ് ചെയ്തേക്കണം. എല്ലാം നാച്ചുറൽ സെറ്റപ്പിൽ ഫിനിഷ് ചെയ്തേക്കണം. കണ്ടാ, ഈ വീടിന്റെ ലുക്ക് ആണ്. സീലിംഗ് വർക്കും കാര്യങ്ങളും എല്ലാനും, കബോർഡ് കാര്യങ്ങളും എല്ലാനും തേക്കാണ്ട. ഇപ്പൊ പിന്നെ കിച്ചണിലത്തെ ഇതിന്റെ അകത്ത് കബോർഡിനൊക്കെ കുറച്ച് കാരണം ഉപയോഗിക്കാണ്ടവര് കുറച്ച് തോന്നുന്നുണ്ട്. പക്ഷെ അതിനുള്ള തടിയും കാര്യങ്ങളൊക്കെ ഈ പറമ്പിൽ തന്നെ ഉണ്ട്. തടി വെട്ടാൻ നിങ്ങൾക്ക് അറപ്പിക്കുക, പണിക്കാരെ കൊണ്ട് ചെയ്യും. കാരണം ഒരെണ്ണം വെട്ടിക്കുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. കാരണം അത്രയും പോലും വേണ്ട. കാരണം നിസ്സാരം ചെറിയൊരു മൂലയും കാര്യങ്ങളൊക്കെ ഇത്തിരി പോയിട്ടുണ്ട്. കാരണം ഇവരിത് ഉപയോഗിക്കാതെ. ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം തന്നെ വേണ്ട. ബെഡ്റൂമിന്റെ വലിപ്പം എന്നൊക്കെ പറഞ്ഞാൽ 1.5 വലിപ്പം. ഈ വീടിന്റെ ലൊക്കേഷൻ പറയുന്നത് കല്ലിശ്ശേരിയാണ്. അതായത് ചെങ്ങന്നൂര് കല്ലിശ്ശേരി. കല്ലിശ്ശേരിയിൽ നിന്ന് ഒരു 600 മീറ്റർ മാത്രം മാറി ആണ് ഈ വീട് വരുന്നത്.
കബോർഡ് കാര്യങ്ങൾ എല്ലാ ഫെസിലിറ്റി, AC എന്ന് വേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട്. അതൊക്കെ എല്ലാം വലിയ വലിയ റൂമുകൾ, ബാത്റൂമിന്റെ അത് വാഷ് ബേസും കാര്യങ്ങള് എല്ലാത്തിലും മാർബിളാണ് ഫ്ലോർ ചെയ്തേക്കുന്നത്. കാരണം ഇവർക്ക് നാച്ചുറൽ സെറ്റപ്പ് വേണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്യിച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്താണെങ്കിൽ ബാത്ത് ടബ് കാര്യങ്ങൾ, നമുക്ക് കിടന്ന് കുളിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ബാത്ത് ടബും കാര്യങ്ങളും അതിന് കർട്ടനും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാം വെസ്റ്റേൺ ലുക്കിലുള്ള സെറ്റപ്പാണ്. അങ്ങനെ എല്ലാ ഫെസിലിറ്റിയുള്ള ഒരു വീടാണ്. ഈ വീടിന് അവർ ചോദിക്കണ ഈ 56 സെന്റ് സ്ഥലം ഹൈവേ സൈഡിൽ 56 സെന്റ് സ്ഥലത്തിന് അവർ ചോദിക്കണ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3,60,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ വേണ്ട. അത് നിങ്ങൾക്ക് വന്ന് നേരിട്ട് ഓണറോട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു കാര്യം ഞാൻ സെറ്റ് ചെയ്ത് തരാം. നിങ്ങൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അത്യാവശ്യം ഇത് താഴത്തോട്ട് പോരും. കാരണം അവര് അത്യാവശ്യം വില കുറച്ച് കൊടുക്കാൻ അവർക്ക് എത്രയും പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യണം. ഇതാണ് സ്റ്റെയർ കേസിന്റെ ബാക്ക്. ഇവിടെ ഇൻവെർട്ടർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അടക്കമുണ്ട്. ഫുൾ ഫർണിച്ചറാണ്. 3 ഫേസ് കണക്ഷൻ കണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട്. അവിടെ ഒരു വാഷ് ബേസും കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കിച്ചണൊക്കെ കണ്ടോ, കിച്ചന്റെ ഒക്കെ വലിപ്പം കണ്ട നിങ്ങൾ തന്നെ കിടുങ്ങി പോകും. ഇതെന്റെ കിച്ചണൊക്കെ ഒരു ഹാളിന്റെ വലിപ്പം ഉണ്ട്. കണ്ട നോക്കി, കണ്ട എന്താ വലിപ്പം നോക്കി. ഇത്രയും വലിയ കിച്ചണാണ് വീടിനുള്ളത്. ഇതെല്ലാം തേക്കിലാണ് ചെയ്തേക്കണം. ഇവിടെ സ്റ്റോർ റൂം ഉണ്ട്, ഇവിടെ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ ഒരുപാട് ഐറ്റംസ് ഇവിടെ വേറെ ഉണ്ട്. അതുകൊണ്ട് എല്ലാ കബോർഡും എല്ലാ തടിയും തേക്കിലാണ് ഫിനിഷ് ചെയ്തേക്കണം. ഇതിന് മാത്രം ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട് ചില സ്ഥലത്ത് മാത്രം. അതൊക്കെ ഒരു നല്ലൊരു ആശയം വിളിച്ചു കഴിഞ്ഞാൽ അതെല്ലാം റെഡിയാവും. കണ്ട ഓവൻ കാര്യങ്ങൾ എല്ലാ സെറ്റപ്പുള്ള പക്കാ സെറ്റപ്പുള്ള ഒരു വീട്. ഇനി ഇതിന്റെ സെക്കൻഡ് കിച്ചണും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണോ എന്താ വലിപ്പം നോക്കി കിച്ചണ്. അങ്ങനെ എല്ലാ സൗകര്യം ഉണ്ടെന്നുള്ളത് നമുക്ക് ഓടി നടക്കാം കിച്ചന്റെ അകത്ത്. കാരണം ഒരു ഹാളിന്റെ സാധാരണ ഒരു വീടിന്റെ ഹാളിന്റെ വലിപ്പമുണ്ട്. ഇത് സെക്കൻഡ് കിച്ചണാണ്. സെക്കൻഡ് കിച്ചണും കബോർഡും കാര്യങ്ങളൊക്കെ എല്ലാം അതിന്റെ പോളിഷിംഗ് ഒക്കെ ഉണ്ട്. എല്ലാം പക്കാ ഫെസിലിറ്റിയാണ്. ഈ വീട് വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് നേരിട്ട് ഒന്ന് വീട് കാണാം. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം. കാരണം അത്രയും അവർ സ്വന്തം ആവശ്യത്തിന് പണിതാണ്. ഈ ഹാൻഡിലൊക്കെ ഫുൾ തടിയാണ്. അത് നാച്ചുറൽ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചുടുകട്ടയെ പണിത വീടാണ്. ചുടുകട്ട ആറ്റുമണലും മാത്രം ഉപയോഗിച്ചിട്ടുള്ളു. അതൊക്കെ ഇങ്ങനെ കാശ് മുടക്കി അവർ ഇറക്കി ചെയ്തതാണ്. ഇതിനകത്തൊക്കെ തന്നെ ഇതൊക്കെ ഈ ടൈലിട്ടേക്ക് വേണ്ട. ആ ടൈലൊക്കെ ഇട്ടേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊസൈക്കൊന്നും ഇപ്പൊ കിട്ടാനില്ല. എന്നിട്ട് അവര് അതൊക്കെ അവിടെ നിന്നൊക്കെ അറേഞ്ച് ചെയ്താണ് ആ ഒരു പഴമ കിട്ടാൻ വേണ്ടി. ആ പഴയ സിനിമയിലൊക്കെ കാണുന്ന ഒരു മോഡലില്ലേ, ആ ഒരു മോഡല് കിട്ടാൻ വേണ്ടി അവർ ചെയ്തതാണ്. കണ്ട അതിന്റെയൊക്കെ ഒരു ഫിനിഷിങ് നിങ്ങൾ നേരിട്ട് വന്ന് തന്നെ കാണണം. എന്നാലാണ് നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ലുക്ക് മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ പഴയ കബോർഡ് കാര്യങ്ങളെല്ലാം പഴമയുടെ ആ ലുക്കിൽ ഇവര് പണിതാണ്. കാരണം ഇവര് വെസ്റ്റേൺ കൺട്രിയിൽ ജീവിച്ചു വളർന്നവരോ ഇവിടുത്തെ ആ ഒരു ഇത് അവര് സെറ്റ് ചെയ്താണ്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ സിനിമയിലൊക്കെ വാൽക്കണ്ടി താഴത്തോട്ട് നോക്കുമ്പോ വിസിറ്റിംഗ് റൂമിൽ ഇരിക്കുന്ന ആൾക്കാരെ കാണാം. അങ്ങനെയൊക്കെ ഉള്ള എല്ലാ സെറ്റപ്പുള്ള ഒരു വീട്. ഈ വീടിന് ചോദിക്കണം. മുകളിലത്തെ നിലയിലുണ്ട് ബാത്ത് ടബ് ഉള്ളൊരു ബാത്റൂം. പിന്നെ അല്ലാണ്ടുള്ളതൊക്കെ വേറെ ഉണ്ട്. നിങ്ങൾക്ക് ആണോ എല്ലാ ഫെസിലിറ്റിയുള്ള പക്ക. ഇപ്പൊ കാണോ ഇത് നീറ്റ് ആൻഡ് ക്ലീൻ നോക്കിക്കുന്ന പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇപ്പോഴും. ഒരഴുക്ക ഒരു കാര്യമോ ഈ ഒന്നിലും ഇല്ല. അങ്ങനെ എല്ലാത്തിനും വലിയ സൗകര്യം. ബാത്റൂമിന്റെ ഒക്കെ സൗകര്യം നോക്കി നിങ്ങൾ. അതിന് ടൈലുകളല്ല, കംപ്ലീറ്റ് നാച്ചുറൽ മാത്രം ഉപയോഗിച്ചേക്കുന്നത്. അത്രയും ഫെസിലിറ്റിയിൽ ഫിനിഷ് ചെയ്തേക്കണ വീട്. മുകളിലത്തെ നിലയിലും താഴത്തെ നിലയിലും എല്ലാത്തിലും 2 റൂം വെച്ചുണ്ട്. ഇത് ഇതിനകത്തുണ്ട് ബാത്ത് ടബും കാര്യങ്ങളും. അപ്പൊ അവർ പഴമ നിലനിർത്തിക്കൊണ്ട് ചെയ്ത് പണിതേന്. ഈ ബാത്റൂമിലെ യൂറോപ്യൻ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ മാത്രമുള്ള പുതുമാസം നിലനിർത്തണം. ബാക്കി എല്ലാം പഴമയാണ്. കണ്ട ഇതിന്റെ ഒരു റൂമിന്റെ ഒക്കെ വലിപ്പം അതിന്റെ സെറ്റപ്പ് നോക്കി. കണ്ട എല്ലാത്തിനും ഭയങ്കര സൗകര്യവും. അപ്പൊ ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ വീടുകൾ വിൽക്കാനെങ്കിലും നമ്മുടെ ബന്ധപ്പെടാം.